നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മുടെ സ്വഭാവത്തെ ശക്തിപ്പെടുത്തുന്നതാണ്. ചില കാര്യം സംഭവിക്കുമ്പോൾ എന്തിനെന്നറിയില്ല, പക്ഷേ നമ്മുടെ സ്വഭാവത്തെ ശക്തിപ്പെടുത്തും, ജീവിതത്തെ ശക്തിപ്പെടുത്തും. ആ നിമിഷങ്ങളിൽ അറിയില്ല, പിന്നീട് നമ്മളത് തിരിച്ചറിയും. ഉദാഹരണം, പലവട്ടം വീഴുമ്പോൾ കാലുകൾക്ക് ഒരു ശക്തിയാണ് വരിക. പലവട്ടം തെന്നി പോകുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ ഒരു ബലത്തിലേക്ക് നയിക്കപ്പെടുക, ഒരു ബലം ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കടന്നു വരുന്നു. അതുകൊണ്ടാണ് കൂടുതൽ സഹിക്കുന്നവർക്ക് കൂടുതൽ ശക്തിയുണ്ട്. ഞങ്ങളൊക്കെ എൻ്റെയൊക്കെ വീട് ഇടുക്കി ജില്ലയിലെ കട്ടപ്പന മലമ്പ്രദേശമാണ്. അവിടെ ആൾക്കാർക്ക് രോഗം പൊതുവിൽ കുറവാണ്. പ്രകൃതിയോട് മല്ലിട്ട് നല്ല മനക്കെട്ടി, നല്ല മനഃശക്തി, എന്തു ചെയ്യാനും എവിടെ പോകാനുമുള്ള ഒരു ശക്തിയും കട്ടിയും കിട്ടുന്നത് അങ്ങനെയാണ്. ഒരുപാട് പ്രാവശ്യം കരയുമ്പോഴാണ് മനസ്സിന് നല്ല ബലം വരിക. അപ്പം നമ്മൾ നോക്കുമ്പോൾ ദൈവികമായ ഇടപെടൽ ഓരോ നൊമ്പരത്തിൻ്റെയും പുറകിൽ ഒരു ശക്തിപ്പെടുത്തലായിട്ട് ദൈവം നമുക്ക് തരുന്നുണ്ട്. സാത്ത് ഗെയിംസ്, ഏഷ്യാഡ്, കോമൺവെൽത്ത് ഇതൊക്കെ വരുമ്പം സാധാരണ സ്വർണ്ണമെഡൽ വിടുന്നത് മലമൂട്ടിലെ പെൺപിള്ളേർക്കും ആൺപിള്ളേർക്കുമാണ്. നല്ല എല്ലും കെട്ടി, തൊലിക്കെട്ടി, മനക്കെട്ടി, പ്രതിരോധ ശക്തിയൊക്കെ ഇവർക്ക് ഒത്തിരി കൂടുതലുണ്ട്. സിറ്റികളിൽ നല്ല മിടുക്കരു പെണ്ണുങ്ങളുണ്ട്, കണ്ടാൽ കുതിർന്ന മോഡേൺ ബ്രെഡ് പോലെ ഇരിക്കുന്നു. പക്ഷേ കുനിഞ്ഞ് സ്വർണ്ണമെഡൽ പോയിട്ട് തെങ്ങിൻ്റെ കവളമെഡൽ വെക്കാൻ പറ്റിയല്ല, അണപ്പേ കിതപ്പേ ശ്വാസം മുട്ടൽ. ഇപ്പോൾ സിറ്റികളിൽ നല്ല മുതലാളി പെണ്ണുങ്ങൾ ടെക്നിക്ക് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു കലം സാമ്പാർ വെച്ചിട്ട് 10 മിനിറ്റ് കൊണ്ട് മുഴുവൻ സ്വർണ്ണമാക്കി മാറ്റുന്ന ഒരു പൊടിക്കൈ. എന്താ ചെയ്യുക? ഒരു കലം സാമ്പാർ മേശപ്പുറത്ത് വെക്കും, കസേലിരിക്കും. 22 ക്യാരറ്റ് എടുത്ത് അരിഞ്ഞരിഞ്ഞിടുമ്പോൾ അത് 22 ക്യാരറ്റ് സ്വർണ്ണാഭരണമായിട്ട് നമുക്ക് സാമ്പാർ മാറ്റാൻ പറ്റും. സ്വർണ്ണമെഡൽ ഉണ്ടാക്കാൻ പറ്റിയില്ലും ഇങ്ങനെ ടെക്നിക്കുകളുടെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക. അപ്പം നല്ല മനക്കെട്ടി ഊർജം ലഭിക്കുന്നത് ഇങ്ങനെയുള്ളവർക്കാണ്, കൂടുതൽ സഹനത്തോടെ കടന്നു പോയവർക്കാണ്. പഞ്ചാബിൽ സിഖ് ഭീകരന്മാർ അഴിഞ്ഞാടിയ 1980കളുടെ കാലഘട്ടം. ആ ഭീകരന്മാർ അഴിഞ്ഞാടിയ കാലഘട്ടത്തിൽ സിഖ് ഭീകരന്മാർ മക്കളെ കൊണ്ടുവന്ന് സ്കൂളിൽ ചേർക്കുമ്പോൾ ഹോസ്റ്റലിൽ പറയാറുണ്ട്, ഇവന് തലയണ കൊടുക്കണ്ട, ഒരു നേരത്തെ ഭക്ഷണം മതി. അല്പം കട്ടിയുള്ള ജീവിതാനുഭവത്തിലൂടെ ഈ മോൻ വളർന്നു വന്നാലേ അപ്പൻ ഏത് മൂല്യത്തിന് വേണ്ടി നിൽക്കുമോ ആ മൂല്യങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ ഈ മോന് പറ്റുകയുള്ളൂ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രണഭൂമികളിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വങ്ങൾ അവരൊരുപാട് സഹിച്ചു, മിനിമം കൂടി ജീവിച്ചു, രാജ്യത്തെ സ്നേഹിച്ചു, വ്യക്തിപരമായി ഇത് മതി എന്ന് പറയാൻ പഠിച്ചു. ആ സഹനങ്ങളാണ് അവരെ മാതൃകാ വ്യക്തിത്വങ്ങളാക്കി ജീവിതത്തിൽ മാറ്റിയത്. മാതൃകാ വ്യക്തിത്വങ്ങളായി ജീവിതം മാറ്റിയതും അങ്ങനെയുള്ള സഹനങ്ങളും രീതികളുമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയും, ചില ആണിയുണ്ട് ഇളക്കാൻ നോക്കും തോറും ഉറച്ചു പോകുന്ന ആണി. ചില ആണികൾ അങ്ങനെയാണ്, ഇളക്കാൻ നോക്കും തോറും അത് ഉറച്ചുറച്ച് കയറും. ഏറ്റവും കാമ്പുള്ള മരം മലമൂലി നിൽക്കുന്ന മരമാണ്. കാറ്റത്ത് ആടുന്ന മരം, കാറ്റത്താടി വേരുറച്ച് ശരീരം ശക്തിപ്പെടുന്ന മരം, ഏറ്റവും ഉൾക്കാമ്പുള്ള മരം അങ്ങനെയുള്ള മരങ്ങളാണ്. ഉൾക്കാമ്പുള്ള മനുഷ്യരും അങ്ങനെ സഹിച്ച് വേദനിച്ച് നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുന്നവർ നല്ല മനക്കെട്ടിയുള്ള മനുഷ്യരായി മാറും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ഒരു സഹനം തരുമ്പോൾ ഓർക്കണം, ഇതുവഴി ദൈവത്തിൻ്റെ സ്നേഹമാണ്. കൂടുതൽ മനക്കെട്ടി ഉള്ളവരാകാൻ ദൈവം പഠിപ്പിക്കുന്നു. അതിനുള്ള കൃപയും ശക്തിയും ദൈവം നമുക്ക് തരുന്നതാണ്. ആ ഒരു ഓർമ്മ നമുക്ക് വേണം. ഒരുപക്ഷെ സാമ്പത്തികമായ തകർച്ച വരാം, ചിലപ്പോൾ ശാരീരികമായ രോഗം വരാം, ചിലപ്പോൾ വലിയ മനസ്സിന് നൊമ്പരവും മുറിവും വരാം. അതൊക്കെ വരുമ്പോൾ ഓർക്കുക, കൂടുതൽ മനക്കെട്ടിയിൽ മനഃശക്തിയിൽ ദൈവം നമ്മളെ മാറ്റും. അതുകൊണ്ടാണ് പറയുക, സഹനം ചാണകം പോലെയാണ്. സഹനം ചാണകം പോലെയാണ്. ചാണകത്തിന് ഭംഗിയില്ല, ദുർഗന്ധമുണ്ട്, നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാന്ന് തോന്നും. പക്ഷെ അത് ഏറ്റവും നല്ല വളമാണ്, ഏറ്റവും നല്ല വളം. സഹനം ചാണകം പോലെ, ഭംഗിയില്ല, ദുരന്തം പോലെ തോന്നും, തകർന്നു പോലെ തോന്നും. പക്ഷെ അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള മനുഷ്യരാക്കി മാറ്റുക, ശക്തിയുള്ള മനുഷ്യരാക്കി മാറ്റുക. സമൂഹത്തിൽ ആരെല്ലാം വലിയ ആൾക്കാരെ വളർന്നു വന്നോ അവിടെയൊക്കെ പുറകിൽ സഹനമുണ്ട്.
ബാസ്കറ്റ് ബോളിൽ ജയിച്ചവർ, ഫുട്ബോളിൽ ചാമ്പ്യന്മാരായവർ, ഗോളടിച്ചവർ, ക്രിക്കറ്റിൽ കയറി വന്നവർ, എന്തിലും വന്നോടെ പറയും ഒരു വലിയ സഹനമുണ്ട്. എത്രയോ നാളുകളിലെ സഹനത്തിന് ശേഷമാണ് ജീവിതത്തിൽ മനുഷ്യർ ഉദിച്ചുയർന്നു വന്നത്. അബ്രഹാം ലിങ്കൻ്റെ ജീവിതത്തിൽ സഹനമുണ്ടായിരുന്നു. ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് KR നാരായണൻ്റെ ജീവിതത്തിൽ കുട്ടിക്കാലത്ത് ഒരുപാട് സഹനമുണ്ടായിരുന്നു. മദർ തെരേസയുടെ ജീവിതത്തിൽ സഹനമുണ്ടായിരുന്നു. സഹനം കഴിയുമ്പോൾ ഒരു വലിയ ഉയർച്ചയും ഒരു വലിയ നന്മയും ഓരോ വ്യക്തിക്കും ദൈവം തരും. ജീവിതത്തിൽ നമുക്കും ചെറുതും വലുതുമായ സഹനം വരുവർക്കണം നന്മ. ചില കാരണന്മാരെ കണ്ടിട്ടുണ്ട്, എന്നും മക്കളെക്കുറിച്ച് കരയുന്നവർ. പക്ഷേ പിന്നീട് ആ മക്കൾ വളരെ വലിയവരും നല്ലവരുമായി മാറുന്ന കണ്ടിട്ടുണ്ട്. മക്കളെക്കുറിച്ച് കരഞ്ഞ കാരണന്മാർ പിന്നീട് ആ മക്കളെ പ്രതി ആനന്ദിക്കുന്നതും സന്തോഷിക്കുന്നതും കണ്ടിട്ടുണ്ട്. ജീവിതത്തിൽ ഒരു കുന്ന് കഴിയുമ്പോൾ ഒരു കുഴി, ഒരു കുഴി കഴിയുമ്പോൾ ഒരു കുന്ന്. നല്ല റോഡിലൂടെ ഓടുമ്പം ഇടയ്ക്കിടയ്ക്ക് ബമ്പ് കഴിഞ്ഞ് സ്മൂത്തായ സ്ഥലം. അങ്ങനെ നന്നായിട്ട് പോകുമ്പോൾ ഒരു ജലദോഷം, ഒരു മൂക്കടപ്പ്, ഒരു തലവേദന, അത് കഴിഞ്ഞ് വീണ്ടും പഴയ നോർമൽ ഹെൽത്ത്. ഇത് പ്രപഞ്ചത്തിൻ്റെ നിയമമാണല്ലോ. ഇപ്പം എന്തു വരുമ്പോഴും തകരല്, ഇതിനപ്പുറം ഒന്നുണ്ട്. ആ ഒരു ചിന്ത ഇവിടെ കൊണ്ട് തീരുകയല്ല, ഇതിനപ്പുറത്തേക്ക് നീളുന്നൊന്നുണ്ട്. അങ്ങനെ ചിന്തിക്കാനും ധ്യാനിക്കാനും അങ്ങനെ വിലയിരുത്താനും ഒക്കെ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണ്ണമായിട്ട് മാറുക. അങ്ങനെ അർത്ഥപൂർണ്ണമായ ജീവിതം വഴി കൂടുതൽ മനഃശക്തിയുള്ളവരായി ലോകത്തിന് മാതൃകയാകാനും മനുഷ്യർക്ക് നന്മ കൊടുക്കാനും നമുക്ക് കഴിയട്ടെ. ആ ഒരു ജീവിതത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.